മുത്തപ്പൻ വന്ന് കണ്ടത് അല്ലേ? അങ്ങനെയുള്ളതായിരിക്കും ഒരു കാലനിരത്തിനകത്ത് ക്ഷണം സ്വീകരിച്ചു വന്നിരിക്കുന്ന എൻ്റെതായിരിക്കും ഒരു ഭക്തന്മാരൊക്കെ സഭയിലുണ്ട് അല്ലേ? സഭയിൽ വന്നിരിക്കുന്ന ഭക്തന്മാർക്കെല്ലാം മുത്തപ്പൻ അനുഗ്രഹം കൊടുക്കട്ടെ അല്ലേ? അതിഥികളെയാണ് ആദ്യം സ്വീകരിക്കേണ്ടതല്ലേ? അതിഥി ദേവോ ഭവ എന്നിരിക്കുന്ന ഗൃഹം പോലെ വന്നു പോന്നിരിക്കുന്ന ഭക്തന്മാർക്കെല്ലാം മുത്തപ്പൻ അനുഗ്രഹം കൊടുത്തി. അവിടെയാ തിരക്കായി പോയാ ഇന്ന് തിരക്കുള്ള നേരം തന്നെയാണല്ലേ? പാല് കാച്ചുന്നതായിരിക്കും ഒരു മുഹൂർത്തത്തിൽ അടിക്കുന്ന മുറ്റം പൊടിക്കണമെന്ന് സങ്കല്പം ചെയ്തു. ജടാധാരിയായിരിക്കും ഒരു മുത്തപ്പനെയും കണ്ടു. ശേഷം ക്ഷണം സ്വീകരിച്ച് വന്നു പോന്നിരിക്കുന്ന ഭക്തന്മാരുണ്ടല്ലേ? എല്ലാവരും വരുന്ന നേരത്തിന് മുഖം കൊടുക്കട്ടെ, അതെല്ലാം പോകണം അല്ലേ? എങ്കിലും മുത്തപ്പനെയും കണ്ടിരിക്കുന്ന നേരത്തിനകത്ത് മുത്തപ്പൻ കാര്യകാലാദികളൊക്കെ മുത്തപ്പൻ ചിന്തിക്കാനുള്ള അവസരം ഘടകപരിഹാരമായിട്ട് ഭവനത്തിന് വന്നതിന് ശേഷം കാര്യങ്ങൾ മുത്തപ്പൻ പറഞ്ഞാൽ പോലെ ശേഷം വന്നവർക്ക് മുത്തപ്പൻ അനുഗ്രഹം കൊടുക്കാം. കിട്ടുവാ കാര്യം എവിടുന്ന് മുത്തപ്പൻ പറയാ സമ്മ തന്നെ ഇനി മുത്തപ്പൻ അനുഗ്രഹം വിശേഷാനുഭൂതിയായിട്ട് സന്തോഷമായി അല്ലേ? നല്ലതായിരിക്കും ഒരു മനസ്സുകൊണ്ട് എന്നും മുത്തപ്പനെ സൂക്ഷ്മം ചെയ്യുന്നുണ്ട് അല്ലേ? കറകളഞ്ഞ മനസ്സിനകത്ത് ഈശ്വരൻ്റെതായിരിക്കും ഒരു സാന്നിധ്യം എന്നിരിക്കുന്ന അവസ്ഥ പോലെ കളങ്കമില്ലാത്ത മനസ്സുകൊണ്ട് മുത്തപ്പൻ എന്നിരിക്കുന്ന ശനിദേവനെ എന്നുമെന്ന് സൂക്ഷ്മം ചെയ്തിരിക്കുന്നതായിരിക്കും ഒരു കാര്യത്തിനകത്തെല്ലാം കാര്യത്തിന് കാഞ്ചനമായിട്ട് മുത്തപ്പൻ കയ്യേരികത്ത് പോകണല്ലേ? മുത്തപ്പൻ്റെ ഭാഷയെല്ലാം പുതിയൊന്നുമില്ല അല്ലേ? അങ്ങനെയാണ് മുത്തപ്പൻ്റെ കാര്യങ്ങളൊക്കെ ഇല്ലേ? കാട്ടിലെ കണ്ടാ മുത്തപ്പന് കാട്ടാളൻ്റെ വേഷമായിട്ടും വീട്ടിൽ കണ്ടാന്നൊരു ധർമ്മദൈവമായിട്ടും ഇടവഴിക്കൊരു ചങ്ങാതിയായിട്ടും പാലത്തിനൊരു കൈതാങ്ങിയായിട്ടും തോണിക്കൊരു തുഴയായിട്ടും അന്ധകാരം വരുന്ന കാലത്തെങ്കിൽ മുത്തപ്പാഞ്ഞിരിക്കുന്ന നാമത്തോടുകൂടി വിളിക്കുന്ന കാലത്തെങ്കിൽ ദീപത്തിൻ്റെതായിരിക്കും ഒരു പ്രകാശം പോലെ എൻ്റെ ഭക്തന്മാർക്ക് ഞാൻ കാര്യസാധ്യം കൊടുക്കുന്നു അല്ലേ? അതുപോലെ നീ ഭക്തി കളഞ്ഞ മുത്തപ്പനെ വിളിക്കുന്നതായിരിക്കും നേരത്തിനകത്ത് എൻ്റെ ഭക്തിയുടെ ഫലം എൻ്റെ കയ്യിൽ മുത്തപ്പൻ തരണമല്ലേ? എന്നെ രക്ഷിക്കണം മുത്തപ്പാനിരിക്കുന്ന ഭക്തിയോടും വിശ്വാസത്തോടും കൂടി അന്നന്ന് മുത്തപ്പൻ ആരാധന ചെയ്തു. നല്ലതെന്നിരിക്കുന്ന ഭാഗ്യങ്ങളും ഗുണങ്ങളും ആഗ്രഹിച്ചിരിക്കുന്ന കാര്യവിജയങ്ങളൊക്കെ മുത്തപ്പ കയ്യിലെത്തിച്ചെന്ന് നല്ലൊരവസരമായിട്ടൊന്നും കാണേണ്ട ഭാഗ്യം പോലെ മുത്തപ്പ കണ്ടുവച്ചാൽ പോലെ എന്നും മനസ്സിനകത്ത് പ്രാർത്ഥിക്കുന്ന നേരത്തിന് മുത്തപ്പൻ എഴുതിയെത്തുവേ രക്ഷിക്കാം. ശരിയാണ്, സന്തോഷമായി അല്ലേ? ക്ഷണം സ്വീകരിച്ചു വന്നിരിക്കുന്ന മുഹൂർത്തത്തിനകത്ത് ജടാധരിയായിരിക്കും മുത്തപ്പനെ നിറഞ്ഞു കണ്ടില്ലേ? എന്നും മനസ്സുകൊണ്ട് മുത്തപ്പനെ ആരാധിക്കുന്നതല്ലേ? തുമ്പ ചൂടിയിരിക്കുന്ന തമ്പുരാനായിട്ട് മുന്നു മുത്തപ്പൻ എന്നിരിക്കുന്ന കടാശം അന്നതായി നിന്ന് രക്ഷിക്കണം മുത്തപ്പ എന്നിരിക്കുന്ന ഭക്തിയോടും വിശ്വാസത്തോടും കൂടി അന്നെന്ന് പറയുന്നതായിരിക്കും ഒരു കാര്യത്തിലില്ലേ? എല്ലാം മുത്തപ്പൻ്റെ മുമ്പിൽ പറയുന്നുണ്ട് അല്ലേ? പറഞ്ഞത് മറയിസല്ല മുത്തപ്പൻ്റെ മുമ്പിൽ അത് മുത്തപ്പ ശനിദേവനായിരിക്കും ഈശ്വരൻ കൈവിടാതെ കണ്ടുള്ളതായിരിക്കും ഒരു ഭാഗ്യം പോലെ നന്മതൊന്ന് രക്ഷിക്കണമെന്നിരിക്കുന്ന മനസ്സോടുകൂടെ എൻ്റെതായിരിക്കും ആരഞ്ജേകരായ എൻ്റെ പരശുനും അടുപ്പുറ ആധാരമായിട്ടും എകൃതമല കുന്നത്തൂർമല ആധാരമായിട്ടും കണ്ടുപോന്നിരിക്കുന്ന ദേവന മനസ്സിൽ സൂക്ഷ്മം ചെയ്തു. ആരുടെ കർത്താവായിരിപ്പോൾ ദേവീദേവമാടതായിരിക്കും ഒരു കടാഹത്തെ കൊണ്ടും മുത്തപ്പൻ്റെതായിരിക്കും ചൈതന്യ ശക്തി കൊണ്ടും ഇനിയുള്ള കാലനേരത്തിൽ നല്ലതായിട്ട് കാണേണ്ട ഭാഗ്യം മുത്തപ്പ തന്നാൽ പോലെ കടസൊന്നും വിളിക്കുന്ന മുത്തപ്പ പോവാ. ഒരുപാട് സന്തോഷമായി അല്ലേ? എപ്പോഴും ഉള്ളതായിരിക്കും ഒരു പ്രാർത്ഥന മുത്തപ്പനല്ലേ? എന്നും കണ്ണറിയെ കണ്ട് മുത്തപ്പൻ്റെതായിരിക്കും ഒരു കൈപിടിച്ചുള്ളതായിരിക്കും ഒരു അനുഗ്രഹത്തെ വാങ്ങണമെന്നിരിക്കുന്ന ഭക്തിയോടും വിശ്വാസത്തോടും കൂടിയുള്ളതായിരിക്കും ഒരു പ്രാർത്ഥനയാണല്ലേ? അപ്പോൾ അറിഞ്ഞ് വിളിക്കുന്ന കാലത്തെങ്കിൽ അരികെ എത്തുന്ന ദൈവനായിട്ട് എൻ്റെ മുത്തപ്പൻ കടാശിക്കണമെന്നിരിക്കുന്ന മനസ്സുപോലെ മുത്തപ്പനെ വിളിച്ചോ ഇല്ലേ? ഇടത്തും വലത്തും മുൻപിലും പിൻപിലും നല്ലൊരു ഗുരുവായിട്ടും താങ്ങായിടത്തുള്ളതായിട്ട് മുത്തപ്പൻ നിലനിന്ന് രക്ഷിച്ചിരിക്കുന്ന ബന്ധം പോലെ വിശ്വസിക്കുന്ന നേരത്തെങ്കിൽ മുത്തപ്പൻ മലയിറങ്ങി വന്നാൽ പിന്നെ അരികെ മുത്തപ്പൻ ഉണ്ടാകുക. ഞങ്ങളെ പുതിയാട്ട് സന്തോഷമായി അല്ലേ? മനസ്സിനകത്ത് നിന്ന് മുത്തപ്പനെ ആരാധിക്കുന്നുണ്ട് അല്ലേ? അമ്പലക്കലാതരനായിരിപ്പോൾ തമ്പുരാനായിരിപ്പോൾ കടാശങ്ങളെ കൊണ്ട് ജീവിത സൗഭാഗ്യത്തെങ്കിൽ മുത്തപ്പൻ നന്മയായിട്ട് കണ്ട് സന്തോഷിക്കേണ്ടതായിരിപ്പോൾ ഭാഗ്യങ്ങളൊക്കെയും എൻ്റെ പൊന്നു തമ്പുരാൻ കടാശിക്കണമെന്നിരിക്കുന്ന മനസ്സോടുകൂടെ മുത്തപ്പനെ വിളിക്കുന്നുണ്ട് അല്ലേ? പറഞ്ഞ കാര്യത്തിൻ്റെ മുമ്പിൽ മുത്തപ്പൻ വന്നില്ല. കലി നീക്കി ശനി ഉദിപ്പിക്കണം മുത്തപ്പ അതിരിക്കുന്ന ഭക്തിയോടുകൂടാ ഉദയാരംഭ കാലം തൊട്ട് മുത്തപ്പനെ മനസ്സിനകത്ത് സൂക്ഷ്മം ചെയ്തോ ഇതുവാ കെടാതെ വിളക്കുന്നിരിക്കുന്ന അനുഭവം പോലെ വിളിച്ചു തരുവാനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയെങ്കിലും മുത്തപ്പൻ എത്തിച്ചേർന്ന് ഇതുപോലെ കാണേണ്ടതായിരിക്കും ഒരു സമാധാനവും സന്തോഷം മുത്തപ്പൻ തന്നാൽ പോലെ. പക്ഷേ ഇപ്പം ഒരുപാട് സന്തോഷമായി അല്ലേ? കാണേണ്ടതായിരിക്കും ഒരു അവസരവും ഭാഗ്യമെല്ലാം മുത്തപ്പൻ ഇന്ന് തന്നുമില്ലേ? എല്ലാ നേരത്തിനകത്തും മുത്തപ്പന് ശൈവാരാധന കൊണ്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഒരു
നേരമാണ് മുത്തപ്പ അറിഞ്ഞുള്ളതായിരിപ്പോൾ പ്രാർത്ഥനയെങ്കിൽ ഫലങ്ങളും ഗുണങ്ങളൊക്കെ മുത്തപ്പൻ കൽപ്പിച്ചെടുക്കണം. തടസ്സം വരുത്താതെ കണ്ട് മുന്നോട്ട് പോകേണ്ട ഭാഗ്യം മുത്തപ്പ തന്നിട്ടില്ലേ അല്ലേ? ഇനിയും അന്ന് തന്നിരിക്കുന്ന ഭാഗ്യം പോലെയും ഇന്ന് കണ്ടിരിക്കുന്ന ഐശ്വര്യം പോലെയും മുത്തപ്പൻ കുറച്ചൊന്നും കളയാതെ കണ്ട് നാളേക്കുള്ളതായിരിപ്പോൾ നന്മയോടുകൂടാ എന്നും മുത്തപ്പനെ സന്തോഷിച്ച് കാണേണ്ട അവസരമായിട്ട് മുത്തപ്പ കൽപ്പിച്ചാൽ പോലെ കുഞ്ഞു മക്കളെല്ലാം മുത്തപ്പനെ കാണാനായിട്ട് കടാശിക്കണമെന്നിരിക്കുന്ന മനസ്സിലെല്ലാം മുത്തപ്പനെ വിളിച്ചു കൊടുക്കുക. അന്നൊന്ന് ഫലത്തിൻ്റെതായിരിക്കും അനുഭവങ്ങളൊക്കെ മുത്തപ്പൻ കടാശിക്കണം അല്ലേ? തടസ്സമൊന്നും വിളിക്കണ്ട മുത്തപ്പ അതിരിക്കുന്ന ഭക്തിയോടും ആദരവോടും കൂടി മുത്തപ്പനെ സൂക്ഷം ചെയ്തു അല്ലേ? ഇവിടെ മുത്തപ്പൻ എത്തിച്ചില്ലേ? ഇനിയും കാര്യകാരണ കർത്താവായിട്ട് മുത്തപ്പൻ കൈപിടിക്കണം എന്നിരിക്കുന്ന മനസ്സ് പോലെ മുത്തപ്പനെ വിളിച്ചു വിളിച്ച വഴിയെങ്കിലും സൗഭാഗ്യം സന്തോഷം പോലെ മുത്തപ്പൻ പരിപാലിക്കണം അല്ലേ? ഉള്ള കുഞ്ഞുങ്ങളെല്ലാം മുത്തപ്പൻ വലുതാക്കി മുത്തപ്പൻ മനസ്സിനെ ആരാധന പോലെ എൻ്റെ മുത്തപ്പൻ്റെ പദങ്ങളും ഗുണങ്ങളും കൽപ്പിച്ചെടുക്കുകയും നന്മകളും രക്ഷക്കണം മുത്തപ്പ ആചരിക്കുന്ന പ്രാർത്ഥനയോടും കൂടെ മുത്തപ്പനെ വിളിച്ചു. വലത് കാലം വെച്ച് കടകേറിയിരിക്കുന്ന ഭുവനവതാരമായിട്ട് ദീർഘസുമംഗലിയായിട്ട് കണ്ടുപോകേണ്ട ഭാഗ്യം ഉള്ള സന്താനങ്ങളെ കൊണ്ട് മുത്തപ്പൻ പരിപാലിച്ചെടുത്തേ നല്ലൊരു മുത്തപ്പൻ ദൈവത്തിൽ വന്ന് കാണുന്നതായി സൗഭാഗ്യം കൊണ്ട് മാത്രമേ മുത്തപ്പൻ ആരോഗ്യം ആയുസ്സെല്ലാം മുത്തപ്പൻ കൽപ്പിച്ചെടുക്കുകയും മുത്തപ്പൻ മുത്തപ്പനെയാണ് നോക്കുന്നത്. നമുക്ക് ആയുസ്സും ആരോഗ്യം കൊടുത്താൽ ദുഃഖനായിട്ട് പരിശുദ്ധ തമ്പുരാനിരിക്കുന്ന മുത്തപ്പൻ്റെതായിട്ട് ഗ്രഹത്തെ കൂടുകയും ആയുസ് കൊടുത്ത് നാളേക്ക് വളർന്ന് കളത്തുന്നത് നിങ്ങൾക്കും തമ്മിലുള്ള പോലെ മുത്തപ്പൻ അരുണ കൊച്ചിനൊന്ന് വഴി കാണിച്ചു കൊടുത്തറ മുത്തപ്പ വിശേഷാലുരിയായിട്ട് സന്തോഷമായി നിറഞ്ഞു കണ്ടില്ലേ മുത്തപ്പനാ? ആദ്യമായിട്ടാണ് മുത്തപ്പനെ കാണുന്നത്. ആവട്ടെങ്കിലും ഇതുപോലുള്ളതായിരിപ്പോൾ രൂപത്തെ മനസ്സിലായി ആരാധിക്കുന്നതായിരിപ്പോൾ ഒരു നേരമുണ്ടല്ലേ? ഏതു നേരത്തും ഇവിടെയും ധ്യാനിക്കുന്നതായിരിപ്പോൾ ശൈവകർമ്മത്തെ കൊണ്ടല്ല മുത്തപ്പൻ്റെതായിരിപ്പോൾ കടാഹത്തെ കൊണ്ട് ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളൊക്കെ മുത്തപ്പൻ കൽപ്പിച്ചെടുത്ത് രക്ഷിക്കണം മുത്തപ്പാനിരിക്കുന്ന ഭക്തിയാണല്ലേ? ഏത് നേരത്തും മുത്തപ്പൻ ഉണ്ടാവണമല്ലേ? കലി നീക്കി ശനി ഉദിപ്പിക്കേണ്ട ദേവനായിട്ട് ശനിദേവനായിരിക്കും ഒരു പൊന്നുമുത്തപ്പൻ താങ്ങും തണലുമായി നിലനിന്ന് രക്ഷിക്കണമെന്നിരിക്കുന്ന ഭക്തിയോടുകൂടെ മുത്തപ്പനെ വിളിച്ചു. ആഗ്രഹിച്ചിരിക്കുന്ന ഫലവും ഗുണങ്ങളും നല്ലതായിരിക്കും ഒരു പ്രവൃത്തിയോടും ഊർജ്ജ ഉന്മേഷത്തോടുകൂടെ പ്രവർത്തിക്കേണ്ട ഭാഗ്യം മുത്തപ്പ തന്നാപ്പൂരേ? മുത്തപ്പനെ കാണാനെത്തൂലേ ഇല്ലേ? ഭക്തിയുടെ ഫലം മുത്തപ്പൻ നിറവിക്കുക. വേദങ്ങളെ തുമ്പ ചൂടിയിരിക്കുന്ന തമ്പുരാനായിട്ട് മുത്തപ്പനെ കണ്ടുവിട്ടേ തുമ്പകേടൊന്നും എടുക്കാതെ കണ്ട് മുത്തപ്പൻ പരിപാലിക്കണമെന്നിരിക്കുന്ന ഭക്തിവിശ്വാസത്തോടുകൂടെ എന്നെ ആരാധിക്കുന്നതായിരിക്കും വെളിയെങ്കിലെല്ലാം മുത്തപ്പൻ്റെ കടാക്ഷം ഉണ്ടാകണം അല്ലേ? നന്മയോടും ചൈതന്യത്തോടും കൂടി വളർത്തില്ലേ ഭവനവതാരമായിട്ട് കണ്ടുപോകേണ്ടതായിരിക്കും അവസരങ്ങളൊക്കെയും ഈശ്വരൻ കൽപ്പിച്ചെടുക്കണമെന്നിരിക്കുന്ന മനസ്സുപോലെ മുത്തപ്പനെ സൂക്ഷ്മം ചെയ്തു. ആരോഗ്യമായിട്ടും ഔഷധമായിട്ടും മുത്തപ്പൻ അരികത്ത് നിന്ന് സങ്കടമെന്നിരിക്കുന്ന കടമുത്തപ്പൻ തീർത്ത് സന്തോഷമെന്നിരിക്കുന്ന വഴിയോടുകൂടാ നിങ്ങൾക്ക് കാണേണ്ട ഭാഗ്യം പോലെ മുത്തപ്പൻ എത്തിച്ചു തന്നാൽ പോലെ മുത്തപ്പൻ കൈവിട്ട് കളിയില്ല രക്ഷിക്കാം. പ്രിയായിട്ട് സന്തോഷമായി എപ്പോഴും നിറഞ്ഞ മനസ്സോടുകൂടെ മുത്തപ്പനെ പ്രാർത്ഥിക്കുന്നില്ലേ അല്ലേ? ഊണിലും ഉറക്കിലും കളിയിലും കാര്യത്തിലും ഒന്നും വേണ്ട നാനാകർമ്മത്തിനും സാക്ഷി എൻ്റെ പുണ്യതമ്പുരാനിരിക്കുന്ന ഭക്തിയോടുകൂടെ മുത്തപ്പനെ മനസ്സുകൊണ്ട് ഭാവിക്കും അല്ലേ? ധ്യാനിക്കും ചെയ്യുന്ന കാര്യത്തിലുള്ള ഇതുപോലെ മുത്തപ്പനെ കാണുന്നില്ല എപ്പോഴും. ശരീരം കൊണ്ട് ദൂരിയാതെങ്കിലും മനസ്സുകൊണ്ട് മുത്തപ്പൻ്റെ കൂടെയുണ്ട് അല്ലേ? ആ മനസ്സിന് മുത്തപ്പന ആരാധിക്കുന്നതായിരിക്കും ഒരു കാലനേരത്തെല്ലാം ഉചിതമെന്നിരിക്കുന്ന വഴിയായിട്ട് മുത്തപ്പൻ കൽപ്പിച്ചെടുത്ത് സങ്കടം എന്നിരിക്കുന്ന കടം തീർത്ത് സന്തോഷത്തോടുകൂടെ കാണേണ്ട ഭാഗ്യം മുത്തപ്പൻ തന്നാൽ പോലെ അവിടെ പറയേണ്ട കഴിയുന്നില്ല. മുത്തപ്പൻ എല്ലാം അറിയുന്ന ഗുരുവായിട്ട് മുത്തപ്പൻ അധികത്തുണ്ടാവും. വിശേഷാലുടിയായിട്ട് സന്തോഷമായി എപ്പോഴും മനസ്സെങ്കിൽ ആരാധിക്കുന്നുണ്ട് മുത്തപ്പനല്ലേ? ഏത് നേരത്തും മുത്തപ്പാനിരിക്കുന്ന പഞ്ചാക്ഷര ബന്ധത്തോടു കൂടിയുള്ളതായിരിക്കും നേരത്തെ പുറപ്പെടുന്നതായിരിക്കും ദിക്കിനകത്തെല്ലാം മുത്തപ്പൻ തടസ്സൊന്നും വരുത്താതെ മുത്തപ്പൻ കത്തില്ലേ? എല്ലാത്തിനും മുമ്പിൽ വേണം മുത്തപ്പല്ലേ അല്ലേ?
ആഗ്രഹിച്ചിരിക്കുന്ന ഫലങ്ങളും ഗുണങ്ങളും പോലെ നേടിത്തരുന്നൂർ ഈശ്വരനായിട്ട് എൻ്റെ മനസ്സിൽ തമ്പുരാനുണ്ടാകണമെന്നിരിക്കുന്ന പ്രാർത്ഥന പോലെ മുത്തപ്പനെ വിളിച്ചോ. മുന്നോട്ടുള്ളതായിരിക്കും ഒരു കാര്യങ്ങളൊക്കെയും ഓരോരോ നേരം കൊണ്ട് മുത്തപ്പൻ തടസ്സം വരുത്താതെ കണ്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഫലത്തോടുകൂടെ എല്ലാം കാണേണ്ട അവസരമായി മുത്തപ്പൻ കൽപ്പിച്ചെന്നാൽ പോലെ അപ്പം മുമ്പിലുണ്ടാവൂലേ. സന്തോഷമായി ഇന്ന് തമ്പുരാനെ പൊന്നു മുത്തപ്പ വിളിക്കുന്ന ഭക്തിയും വിശ്വാസവും എപ്പോഴും പോലെ ഈ കാണുമ്പോഴേ മുത്തപ്പനെ വിളിക്കുള്ളൂ, കാണുമ്പോഴേ ഉണ്ടാവുള്ളൂ, എപ്പോഴും പോലെ അല്ലേ. ഏത് നേരത്തെ മുത്തപ്പനെ വിളിക്കുന്ന ആരാധന ഉണ്ടാവും അല്ലേ. ഭക്തിയുടെ നല്ല ഫലമായിട്ട് ശക്തിയുടെ ദൈവം നേടിത്തരുന്ന ഐശ്വര്യമായിട്ട് അമ്പലക്കലാദരം പരിപാലിക്കണമെന്നിരിക്കുന്ന മനസ്സോടുകൂടെ മുത്തപ്പനെ വിളിച്ചു. നിറഞ്ഞു കണ്ടില്ല മുത്തപ്പന, സന്തോഷായില്ല. ഒട്ടാം കളിക്കാരനായിരിപ്പോൾ ദേവനാഥ മുത്തപ്പനല്ലേ. ഒട്ടാം കളിക്കാരനായിരിപ്പോൾ ദേവനാഥങ്ങളും പുനലെടുത്തതായിരിപ്പോൾ ഭാഗ്യം മുത്തപ്പ കൽപ്പിച്ചു കൊടുക്കുകയും ഭക്തിയുള്ള മനസ്സുകൊണ്ട് വിളിക്കുന്ന മുത്തപ്പനെ അങ്ങനെയാണ് മുത്തപ്പനെ കഴിയുന്നത്. മലയിലുള്ള ദേവനാഥങ്ങളും ഭക്തിയോടുകൂടെ മുത്തപ്പനെ വിളിക്കുന്നതിൽ ഭക്തിയുടെ ഫലമായിട്ട് മുത്തപ്പ കൽപ്പിച്ചെടുക്കുന്നത് നല്ലൊരു കാര്യവിജയമായിട്ടും ഐശ്വര്യമായിട്ടും മനസ്സിൻ്റെ ആഗ്രഹം കൊണ്ട് സന്തോഷിക്കേണ്ടതായിരിക്കും അവസരമായിട്ടും മുത്തപ്പ കൽപ്പിക്കുന്നപ്പോൾ മറക്കുക മുത്തപ്പ. കരം പൊത്തി തന്നിരിക്കുന്നതായിരിക്കും ഭാഗ്യം തന്നെയാണല്ലേ. ശൈവാംശിവനായിരിപ്പോൾ കുന്നുമുത്തപ്പൻ്റെതായിരിപ്പോൾ കടാശങ്ങളെ കൊണ്ട് എന്നും നന്മകൾ വരച്ച് രക്ഷിക്കണം മുത്തപ്പാതിരിക്കുന്ന മനസ്സിലല്ലേ. അറിയുന്ന കാലം തൊട്ടേ മുത്തപ്പനെ കേട്ട് പിടിച്ചിരിക്കുന്നതായിരിക്കും ഒരു ബന്ധം പോലെ നന്മയും ഐശ്വര്യമെല്ലാം മുത്തപ്പൻ ഇവിടം വരെ മുത്തപ്പ കൽപ്പിച്ചെടുത്തു. ചേർത്ത് പിടിച്ച ഒരു ബന്ധമായിട്ട് മുത്തപ്പ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. എന്നും കാണണമെന്നിരിക്കുന്നതായിരിക്കും ആഗ്രഹത്തോടും വിവാഹത്തോടും കൂടി ചേർത്ത് പിടിച്ച മുത്തപ്പ മുന്നോട്ടുള്ളതായിരിക്കും കാര്യങ്ങളൊക്കെയും ഭവനം കൊണ്ടും സന്താനങ്ങളെ കൊണ്ടും കൊതിച്ചൊരാഗ്രഹമായിട്ട് ഫലത്തിൻ്റെ കുറവൊന്നും വരുത്താതെ കണ്ട് കാണേണ്ട ഭാഗ്യം മുത്തപ്പ ശരിയായിട്ട് സന്തോഷമായി ക്ഷണം സ്വീകരിച്ചു വന്ന് മുത്തപ്പനെ കാണാതെ ആ ഒരു വിശ്വാസങ്ങളൊക്കെ ഉണ്ടല്ലേ. എന്നുമുള്ളതായിരിപ്പോൾ പ്രാർത്ഥനയെങ്കിലും ശക്തിയുള്ളതായിരിപ്പോൾ ജീവനായിട്ട് കുഞ്ഞതമ്പുര കടാശിക്കണം മനസ്സും ആരോഗ്യം ആയുസ്സുമായി ഐശ്വര്യമുള്ള മുത്തപ്പ കൽപ്പിച്ചെടുക്കുകയും രക്ഷിക്കണം തമ്പുരാനിൽ നിൽക്കുന്ന മനസ്സോടുകൂടെ എൻ്റെതായിരിപ്പോൾ ജനത്തെ മനസ്സുകൊണ്ട് ആരാധന ഇന്നിലെ പ്രാർത്ഥനയിൽ മുത്തപ്പം മുത്തപ്പം കുടിയിട്ടുള്ള ഭക്തിയോടും വിശ്വാസത്തോടും കൂടി അറിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുന്നത് അറിഞ്ഞോട് കാര്യത്തിലെല്ലാം കുഞ്ചുനോനെ വിളിച്ചു സന്ധ്യ സർവത്ര അനുഭവത്തോടുകൂടെ ശിവധ്യാനമായിട്ട് പിള്ളേര് അവര് തൊഴുതു, കുഞ്ചുണ്ണു മാത്രം വരാറുള്ളൂ. കുഞ്ഞുണ്ണു നീ അവിടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ വഴിയോടുകൂടെ മുത്തപ്പനെ കാണുന്നതായിരിക്കും ഐശ്വര്യം പറഞ്ഞുള്ളതായിരിക്കും പ്രാർത്ഥനയിൽ മുത്തപ്പൻ എത്തിച്ചേരണം അല്ലേ. അന്യതാ ചിന്തിതം കാര്യം ദൈവം അന്യത്ര ചിന്തയതേത പറയില്ലേ. മാനുഷന്മാർ ഓരോരോ കാര്യങ്ങൾ ചിന്തിക്കുന്നതായിരിപ്പോൾ നിരത്രകത്തിൽ ദൈവം കൽപ്പിച്ചു കൊടുക്കുന്ന മറ്റൊന്നാണ് അല്ലേ. എങ്കിലും ആഗ്രഹം പോലെ എൻ്റെ മുത്തപ്പൻ അരികത്തുണ്ടാകണമെന്ന് നിൽക്കുന്ന പ്രാർത്ഥന പോലെ മനസ്സറിഞ്ഞ് മുത്തപ്പനെ വിളിക്കും. ഉള്ളതായിരിപ്പോൾ കുഞ്ഞുമുട്ടിക്ക് രാവണയെ കൊണ്ടുള്ള നല്ലതെന്നിരിക്കുന്ന ഭാഗ്യം ശനീശ്വരനായിരിപ്പോൾ കുഞ്ഞുമുത്തപ്പൻ കൽപ്പിച്ചെടുത്ത് രക്ഷിക്കണം മുത്തപ്പാന്നിരിക്കുന്ന ഭക്തിയോടും കൂടെ മുത്തപ്പനെ വിളിക്കണേ. ഇടുവാ ഒന്ന് വിളിച്ച് മുത്തപ്പാന്ന് അവട്ടിലെ നല്ല സന്താനങ്ങളെ കൊണ്ട് സന്തോഷിക്കേണ്ടതായിരിക്കും ഭാഗ്യങ്ങളൊക്കെയും ശനീശ്വരനായിരിപ്പോൾ കുഞ്ഞുമുത്തപ്പൻ കലാശിക്കണം അല്ലേ. ഇതുപോലെ കാണേണ്ടതായിരിപ്പോൾ അവസരമായിട്ടും ആരോഗ്യമായിട്ടും ഗതത്തിനും പുതത്തിനും ബുദ്ധിമുട്ട് വരുത്താതെ കണ്ട് ശനീശ്വരനായിരിപ്പോൾ തമ്പുരാൻ എന്നും കൈസഹായമായിട്ട് മുത്തപ്പൻ പോലല്ലേ. ആ ഒരു പ്രാർത്ഥനയെ മുത്തപ്പൻ്റെ മുന്നിൽ നിന്നില്ലേ ഒതിച്ചു വിളിക്കുന്ന നിരത്തിലെല്ലാം വിധി കൽപ്പിക്കുന്നതായിരിക്കും ഇവരായിട്ട് പരിശുദ്ധ തമ്പുരാനിൽ നിൽക്കുന്ന കടാശങ്ങളെ കൊണ്ടുള്ള മുത്തപ്പൻ നല്ലതായിട്ടും ഐശ്വര്യമായിട്ടും നാളേക്കും നിങ്ങളേക്കും കാണേണ്ടതായിരിക്കും വഴികളെല്ലാം ഇതുപോലെ ചേർത്ത് പിടിക്കണം മുത്തപ്പൻ്റെ തൊട്ടകരം മുട്ടകളയാതെ കണ്ട് ഭാഗ്യത്തെ മുത്തപ്പൻ ഉദിപ്പിക്കണമെന്നിരിക്കുന്ന മനസ്സോടുകൂടെ
എൻ്റെതായിരിപ്പോൾ ഒരു പരസ്യമെങ്കിൽ കണ്ടതുപോലെ മുത്തപ്പനെ പ്രാർത്ഥന ചെയ്തോ വാ പറയുന്നിടത്തെല്ലാം മുത്തപ്പൻ വിജയമായിട്ടും ഭവനം കൊണ്ടും സന്താനങ്ങളെ കൊണ്ടും ഉള്ള കുഞ്ഞുകുട്ടികളാകളെ കൊണ്ട് ഉള്ളതിനെ കൊണ്ടും നല്ലതായിട്ട് കഴിയേണ്ട ഭാഗ്യം മരണം വരെ മുത്തപ്പൻ തന്നാൽപ്പുഴ എല്ലാ കാര്യത്തിനകത്തും മുത്തപ്പനെ ആരാധിക്കുന്നുണ്ട് അല്ലേ സകല ലോക മാതാവായ സകല ലോക പ്രപഞ്ചഹേതുവായിരിപ്പോൾ പാർവതീ പരമേശ്വരന്മാർ ലോകോപകാരമായിരിപ്പോൾ ലൗകികത്വ മൂഷികവാനായിരിപ്പോൾ ഗണപതിയെ അതിപ്രിയമായി രക്ഷിച്ചിരിക്കുന്ന മുഖം പോലെ എല്ലാത്തിനും രക്ഷകനായിട്ട് മുത്തപ്പൻ പോലല്ലേ അങ്ങനെ ഒരു മനസ്സോട് കൂടെ മുത്തപ്പനെ വിളിച്ചോ പറഞ്ഞ കാര്യത്തെ കൊണ്ടും പത്രത്തിനും പെടുത്താതെ കണ്ടുള്ളതായിരിക്കും ലക്ഷ്യം പോലെ മുത്തപ്പൻ കാട്ടിയപ്പോഴേ ഇതങ്ങളെ എല്ലാ നിരത്തിനകത്ത് മുത്തപ്പനെ നിൽക്കുന്ന ശൈവാരാധന ഉണ്ടല്ലോ മുത്തപ്പ നിരക്കുന്ന പഞ്ചാക്ഷര മന്ത്രത്തോടു കൂടിയുള്ളതായിരിക്കും ആരാധനകളെല്ലാം ശൈവ വൈഷ്ണവ ഹൃദയസ് കൊണ്ട് മുത്തപ്പൻ ഫലങ്ങളും ഗുണങ്ങളും കൽപ്പിച്ചെടുത്ത് രക്ഷിക്കണം മുത്തപ്പ നിൽക്കുന്ന പ്രാർത്ഥന പോലെ മുത്തപ്പനെ വിളിക്കുന്നുണ്ട് അല്ലേ വിളിച്ച കാര്യത്തിലുള്ള മുത്തപ്പൻ പറഞ്ഞ കൈവിട്ട് കളയാതെ കണ്ടുള്ളതായിരിക്കും ഒരു ഭാഗ്യം പോലെ ഈശ്വരൻ കൽപ്പിച്ചെടുത്തിരിക്കുന്ന ബന്ധമുണ്ട് മുത്തപ്പ അതുപോലെ മുന്നോട്ടുള്ള ജീവിതത്തെങ്കിലും മുത്തപ്പൻ അനുഗ്രഹം ഉണ്ടാവണമെന്ന് നിൽക്കുന്ന പ്രാർത്ഥന മനസ്സുകൊണ്ട് വിളിച്ചു രക്ഷകനായിട്ട് മുത്തപ്പനെത്തുവേ മുത്തപ്പനെ കണ്ടുവാ അതൊക്കെ മതി മുത്തപ്പ തൃപ്തിയാകുക നല്ലൊരു മകളായിട്ട് വളർന്നു കാണേണ്ടതായിരിപ്പോൾ സകല സൗഭാഗ്യങ്ങളും മുത്തപ്പൻ കൽപ്പിക്കണം അല്ലേ ആയുസ്സും ആരോഗ്യവും അറിവും ബുദ്ധിയെല്ലാം മുത്തപ്പൻ കൽപ്പിച്ചു കൊടുത്ത് രക്ഷിക്കണം പൊന്നു മുത്തപ്പ നിൽക്കുന്ന ഭക്തിയോടുകൂടാ എൻ്റെ പാദത്തിലൂടെ ഇരിക്കുന്ന പരമാർത്ഥം നിങ്ങളുടേതായിരിപ്പോൾ ഭക്തി തന്നെ അറിയിക്കുന്നതായിരിപ്പോൾ കാര്യങ്ങളെല്ലാം കാര്യവിജയം എന്നിരിക്കുന്ന അനുഭവത്തോടു കൂടെ മുത്തപ്പൻ ഭാഗ്യം കൽപ്പിക്കണം അല്ലേ നല്ല പ്രവൃത്തിയും ഭാഗ്യങ്ങളും നല്ല ഭവനോദാരമായിട്ട് കണ്ടുപോകേണ്ടതായിരിപ്പോൾ ഐശ്വര്യ ഗുണങ്ങളൊക്കെയും ശനീശ്വരനായിരിപ്പോൾ ഒരു പൊന്നു മുത്തപ്പൻ കടാശിക്കണമെന്നിരിക്കുന്ന മനസ്സുപോലെ മുത്തപ്പനെ സൂക്ഷ്മം ചെയ്തു പോകുന്ന വഴിയിലും പുറപ്പെടുന്നതായിരിപ്പോൾ കാര്യത്തിനകത്തും കാര്യവിജയമായിട്ട് മുത്തപ്പൻ കണ്ടുവെച്ചെന്ന് നല്ല വഴിക്കുള്ളതായിരിപ്പോൾ ഒരു ഭാഗ്യത്തോടു കൂടെ അഭിവൃദ്ധിയായിട്ടും ഐശ്വര്യമായിട്ട് കാണേണ്ട ഭാഗ്യം മുത്തപ്പൻ തന്നപ്പോഴേ അപ്പോൾ കൈവിട് നൽകുക ഭക്തി അറിഞ്ഞ് മുത്തപ്പനെ വിളിച്ചു എൻ്റെ ഭക്തി കഴിഞ്ഞും കൊണ്ട് ഫലമായിട്ട് നിന്ന് കൽപ്പിച്ചു തന്നപ്പോഴേ ജനങ്ങളെ ഏതു നേരത്തുള്ളതായിരിപ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട് മുത്തപ്പനല്ലേ ശൈവാരാധന കൊണ്ട് ധ്യാനിക്കുന്നതായിരിപ്പോൾ കാര്യത്തിനകത്തില്ല ഈശ്വര കടാശം കൊണ്ട് മുത്തപ്പൻ കൈവിളിച്ചെത്തിക്കണമല്ലേ നല്ലതൊന്ന് രക്ഷിക്കാൻ മുത്തപ്പുന്ന ഭക്തിയോടും വിശ്വാസത്തോടും കൂടി എന്തുമായിരിപ്പോൾ വിടപ്രയാധാരമായിട്ട് പരസ്യങ്ങൾ കണ്ടതുപോലെ മുത്തപ്പൻ ധ്യാനം ചെയ്തു ആയുസ്സോടും ആരോഗ്യത്തോടും കൂടി ദീർഘായുസായിട്ട് കാണേണ്ട ഫലം മുത്തപ്പൻ കിട്ടാം മുത്തപ്പനെ കണ്ടില്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ പൊതിഞ്ഞു വെക്കി അമ്മയ്ക്കൊരു കസാര എടുത്തു കൊടുത്ത് അമ്മയ്ക്കൊരു കസാര എടുത്തു എന്നെ കൊണ്ട് വേണ്ട വയനാടെ കൊണ്ട് ശിവത്യാഗമായിട്ടും ഫലങ്ങളും ഗുണങ്ങളും മുത്തപ്പ കുറച്ച് കളയാതെ കൊണ്ട് നാളെ ഉള്ളതായിരിപ്പോൾ നന്മയായിട്ട് കാണേണ്ട ഭാഗ്യം അറിവും ഭാഗ്യം മുത്തപ്പെടുന്നപ്പോഴേ മുത്തപ്പനെ മറന്നു പോവാ അനുഗ്രഹിക്കുന്ന മുത്തപ്പ അമിതാധാരിയായിരിപ്പോൾ പൊന്നു മുത്തപ്പൻ ജനപരിശോധന ഭാഗ്യമില്ല